ഒരു ചെറിയ ഞാൻ ചില പേരുകൾ പറയും. ആ പേരുകൾ പറഞ്ഞ ഉടനെ ചിത്രാമ്മയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ വാട്ട് എവർ റിയാക്ഷൻ. ഇപ്പോൾ ഒരു ഫ്ലവർ എന്ന് പറയുമ്പോൾ ഫ്ലവറിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവറാണ്, ഈ സ്മെൽ ഐ ഡോണ്ട് ലൈക്ക്, ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. ഒരു പേര്, ചിലരുടെ പേര് പറയുമ്പോൾ ഉടനെ വരുന്നത് എന്താണെന്ന് പറയും. അയ്യോ ഭഗവാനെ. യേശുദാസ് ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറയാം എല്ലാ പാട്ടുകാർക്കും ഒരു മാതൃകയാണ്. ശരിക്കും വോയിസിന് വേണ്ടി ഇത്രയും സ്വന്തം ശബ്ദത്തിന് വേണ്ടിയും സംഗീതത്തിന് വേണ്ടിയും ഇത്രയധികം ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്ന ഒരാൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാം. പുള്ളിക്ക് അങ്ങനെ, അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് സ്വന്തം നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുക അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോൾ ചെന്നാലും എന്തെങ്കിലും കീർത്തനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ എന്താ പറയണ്ട, ഒരുപാട് ആഹാര സാധനങ്ങൾ തന്നെ എന്നും ഒരേ സാധനം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് മാറ്റി കഴിക്കാനൊന്നും നോക്കാറില്ല. അത്രയും ഒരു അവനവൻ്റെ ഇതിന് ദൈവം തന്ന ആ ഒരു ഇത് നല്ലോണം നോക്കണം എന്നുള്ളൊരു എഫേർട്ട് ദാസേട്ടൻ ഒരുപാട് എടുക്കുന്നുണ്ട്. അത് നമ്മളെ വളർന്നു വരുന്ന എല്ലാ പാട്ടുകാർക്കും അദ്ദേഹം ഒരു മാതൃകയാണ് ശരിക്കും. ലതാജി ലെജൻഡ്. എന്താ പറയുക, ലതാജിയുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ലതാജിയെ മീറ്റ് ചെയ്തിട്ടുണ്ട് 2 തവണ. പക്ഷേ ലതാജി ഹിന്ദി മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുമിച്ച് നിന്ന്. ലതാജിയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു എനിക്ക് എപ്പോഴും കൂടുതൽ തോന്നിയിട്ടുള്ള ഒരുപാട് ഡിവോഷൻ ഉണ്ട് ആ ശബ്ദത്തിൽ തന്നെ. ഒരുപാട് ഒരു ലിൽറ്റിംഗ് വോയിസ്. അതെ അതെ, അത് എന്തോ നമുക്കൊരു ഭക്തി അങ്ങനെ തോന്നും ലതാജിയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ. ശരിക്കും ആ ഒരു ഈ ഒരു വയസ്സ് അമ്മയുടെ വോയിസിന് എഫക്ട് ചെയ്തിട്ടില്ല തോന്നിപ്പോവല്ലേ. ആശാജി എന്ന് പറഞ്ഞാൽ ആശാജിക്ക് എന്ത് ടൈപ്പ് കൊടുത്താലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ വോയിസിൽ ഇപ്പോഴും ആ ഒരു 16 വയസ്സുകാരിയുടെ കൊഞ്ചൽ ഇപ്പോഴും ആ വോയിസിലുണ്ട്. അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണമെന്നുള്ളത് അറിയില്ല. ഇളയരാജ രാജാ സാറിനെ ശരിക്കും ഞാൻ പറഞ്ഞ എൻ്റെ കരിയറിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. രാജാ സാറിന് പാടിയ ശേഷമാണ് ഞാൻ ശരിക്കും തമിഴിലും മറ്റുള്ള എല്ലാ ലാംഗ്വേജസും പാടി തുടങ്ങിയത്. അപ്പം ആദ്യം ശരിക്കും ഫാസിൽ സാർ ഇങ്ങനെ രാജാ സാറിനെ മദ്രാസ് വരുമ്പോൾ പോയി കാണണം എന്നു എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആദ്യം അതൊരു എന്നെ കളിയാക്കുക എന്നാണ് വിചാരിച്ചത്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല രാജാ സാറിനെ കാണാൻ പറ്റുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ മലയാളത്തിൽ മാത്രം പാടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മദ്രാസിൽ വന്ന രാജാ സാറിന് പാടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് എൻ്റെ കരിയർ തന്നെ ശരിക്കും മാറിയതെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു രാജാ സാറിനോട്. പിന്നെ എനിക്ക് ഒരുപാട് നല്ല പാട്ടുകളും എന്താ പറയണ്ടേ ഒരു മെമ്മറബിൾ സോങ്സ് അതന്നെ ഇപ്പോഴും. ഇപ്പം ഏതേതോ എണ്ണം വളർത്താൻ സിന്ധു പരിവേക്ക് എവിടെ പോയാലും ഇപ്പോഴും എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട് പാടാൻ. എ ആർ റഹ്മാന് ഞാൻ പാടിയിട്ടുള്ളത് അധികവും നല്ല പാട്ടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചൊരു ഫോക്കായിട്ട് പാടിയെന്ന് പറയാൻ രുക്കുമണി എന്നുള്ള റോജാലത്തെ പാട്ടും പിന്നെ വേറെ 1-2 പാട്ട്, ബാക്കിയെല്ലാം എനിക്ക് മെലഡി മാത്രമേ. കണ്ണാളനെ ഇപ്പോഴും ഞാൻ ഏത് സ്റ്റേജിൽ പോയാലും എൻ്റെ അടുത്ത് പാടാൻ പറയുന്നത്. പിന്നെ റഹ്മാനെ ഞാൻ രാജാ സാറിന് പാടുമ്പോഴേ അവിടെ കീബോർഡ് വായിക്കുമ്പോൾ കൊച്ചു പയ്യനായിട്ട് അപ്പം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ കുട്ടി ഹിസ് ക്വൈറ്റ് ടാലന്റഡ്? പിന്നെ കീബോർഡ് വായിക്കുന്ന അപ്പോഴേ കേൾക്കുമ്പോഴേ നമുക്കറിയാമല്ലോ. അപ്പോഴൊക്കെ പക്ഷേ റഹ്മാൻ എന്നല്ല ദിലീപ് എന്നായിരുന്നു പേര്. അപ്പോൾ രാജാ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദിലീപ് അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴേ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടും അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒരു ടാലന്റ്, എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ആ ടാലന്റ് ഉണ്ട് പുള്ളിക്ക്, ഭയങ്കര വെരി ടാലന്റഡ്. അപ്പോഴേ അറിയായിരുന്നു കൊച്ചിലെ തന്നെ. പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഭയങ്കര മ്യൂസിക് ഡയറക്ടർ ആയിരുന്നില്ല. നൗഷാദ്ജിക്ക് വേണ്ടി ഞാൻ പാടിയിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. എനിക്ക് പാടാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ ദാസറിൻ്റെ കൂടെ അമേരിക്കയിൽ പ്രോഗ്രാമിലായിപ്പോയി. അപ്പോൾ എനിക്കത് ക്യാൻസൽ ചെയ്ത് വരാൻ പറ്റാത്തൊരു ധ്വനി എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ റെക്കോർഡിങ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ് വരണം എന്ന്. പക്ഷെ അപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ ഏറ്റുപോയത് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ പാട്ട് മിസ് ചെയ്തു പോയി. MG രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എന്നെ ആദ്യമായിട്ട് AR അദ്ദേഹം എന്നെ എടുത്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഒരു 5 വയസ്സ്, ഒരു 2 വയസ്സുള്ള കൃഷ്ണന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ റേഡിയോയിൽ പാടുന്നത്. പിന്നെ എൻ്റെ ആദ്യകാലത്തെ ആദ്യത്തെ 5 ഫിലിമും ഞാൻ രാധാകൃഷ്ണൻ ചേട്ടന് വേണ്ടി മാത്രമാണ് പാടിയിരിക്കുന്നത്. ഫാമിലി ആയിട്ടും നല്ല അടുപ്പമായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ അപ്പോഴേ ആദ്യം കാലം മുതലേ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അച്ഛനെയും ഒക്കെ അറിയുന്നതാണ്. അപ്പം ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ചേട്ടൻ തന്നെ വിളിച്ചോണ്ടിരുന്നത്, രാധാകൃഷ്ണൻ ചേട്ടൻ തന്നെ വിളിച്ചോണ്ടിരുന്നത്. ഓമൻകുട്ടി ചേട്ടനെ ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അത്ര ഒരു അടുപ്പമുണ്ട് വീട്ടുകാരുമായിട്ട്. ഒരു ഗിഫ്റ്റഡ് പേഴ്സൺ ആണ്
എന്നുള്ളത് ഹാവ് യു എവർ തോട്ട് അബൌട്ട് ഇറ്റ്? എനിക്ക് എപ്പോഴും കൂടുതൽ ഞാൻ എൻ്റെ കഴിവുകളെക്കാൾ കൂടുതൽ എനിക്ക് എന്തൊക്കെ കഴിവുകേടുകളുണ്ടെന്നുള്ളതാണ് ഞാൻ ആദ്യം ആലോചിക്കുന്നത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ചെറുതിലെ കഴിവുകേടുകളുണ്ടോ? അങ്ങനെയല്ല, ഇപ്പോൾ പാടുന്ന എല്ലാം പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില വീക്ക് പോയിന്റ്സ് ഉണ്ട്. പാടുന്ന ഉണ്ട്, എല്ലാവർക്കും ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു പെർഫെക്റ്റ് എന്ന് പറയാൻ അങ്ങനെ ലോകത്താരും ഉണ്ടാവില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇത് കാണും എന്ന് പറഞ്ഞ പോലെ. ഇപ്പം എൻ്റെ അച്ഛനമ്മ എനിക്ക് കൊച്ചിലെ തന്നെ ഞാൻ ആദ്യത്തെ പാട്ട് പാടി വരുമ്പോൾ മുതലും പ്രോത്സാഹിപ്പിക്കുമെങ്കിലും കൂടുതൽ എൻ്റെ തെറ്റുകളാണ് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇപ്പോൾ രാജാ സാറിൻ്റെ അടുത്ത് ആദ്യം പാടുമ്പോൾ തന്നെ ഫസ്റ്റ് സോങ് പാടിക്കഴിഞ്ഞ് എന്നെ കൺസോളിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, ഇതിൽ എന്നെ കുറേ എന്നെ കുറേ ഇറക്കുന്നു നീയേ സൊല്ല്. അങ്ങനെ സെൽഫ് ക്രിറ്റിസിസം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങ് ഒരുപാട് നമ്മളങ്ങ് ആരണ്ടാണെന്നുള്ളൊരു തോന്നൽ വരില്ല. നമുക്ക് പറ്റില്ല അങ്ങനെ ആവാൻ. നമ്മുടെ കുറവുകൾ നമുക്ക് തന്നെ അറിയാം. പിന്നെ നമ്മളത് എങ്ങനെയെങ്കിലും അത് മാറ്റിയെടുക്കാൻ നോക്കുന്നുള്ളതല്ലാതെ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് വരും. എനിക്ക് കൊച്ചിലെ മുതൽ അങ്ങനെയായിരുന്നു. ഞാൻ ചിലപ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട് ചില കുട്ടികളുടെ അമ്മയും അച്ഛനും ഒക്കെ ആ കുട്ടിയെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അങ്ങ് ഒരുപാട് ആരണ്ടൊക്കെയാണെന്നുള്ള വലിയ അത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഒരിക്കലും അവർക്ക് ഞാൻ ഐ എം ദ പെർഫെക്റ്റ് എന്നുള്ളൊരു അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉയർച്ചയില്ല. അതോടുകൂടി തീർന്നു. നമുക്ക് ഇപ്പം ദാസേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ ഇപ്പോഴും ദാസേട്ടൻ പഠിക്കുക. പറയാം, ദാസേട്ടൻ സംഗീതം എന്ന് പറഞ്ഞൊരു വലിയ കടൽ പോലെയാണ്. പുതിയ പുതിയ രാഗങ്ങൾ കണ്ടുപിടിക്കുക. എപ്പോഴും അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം തികഞ്ഞ ഒരാളാന്നുള്ള തോന്നൽ വരില്ല. ഇനി എത്രയോ കിടക്കുന്നു പഠിക്കാൻ, ഒന്നും ആയിട്ടില്ല. സംഗീതത്തിന്റെ ഒരു അതെ അതെ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, ഇങ്ങനെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് അവരുടെ കഴിവുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ അവരുടെ മുമ്പിൽ വെച്ച് അവരെ ഇങ്ങനെ ഒരുപാട് അവർ ആരണ്ടൊക്കെയാണെന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും പഠിക്കാനില്ല അങ്ങനെ ഒരു തോന്നൽ, ഒരു ഹെഡ് വെയിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നന്നാവാൻ പറ്റില്ല. അതോടുകൂടി തീർന്നു അവരുടെ വളർച്ച. പക്ഷേ പോരാ, നീ അവിടെ ശരിയായില്ല ഇവിടെ ശരിയാന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മളൊക്കെ അയ്യോ ശരിയായില്ല എന്ന് പറഞ്ഞത് ഇവിടെ അത് നോക്കാം എന്നുള്ള. ഇപ്പം മലയാളത്തിൽ തന്നെ ഞാൻ ആദ്യം പാടുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ക്രിറ്റിസിസം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉച്ചാരണം ശരിയല്ല എന്നും, ഞാൻ ഇംഗ്ലീഷിൽ ലണ്ടനിലാണ് ഞാൻ മലയാളം പഠിച്ചതെന്നൊക്കെ ചില പത്രങ്ങളൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും അത് മറന്നിട്ടില്ല, എത്ര വർഷമായിട്ടും കേട്ടോ. പക്ഷെ അതൊക്കെ കൂടുതൽ എനിക്ക് അപ്പം ഞാൻ കൂടുതൽ ഞാൻ പറയുന്ന ഏതൊക്കെ വാക്കുകളാണ്. അതെ, അപ്പം അതുകൊണ്ട് അത് കൂടുതൽ ഞാൻ അതിൻ്റെ നോക്കണം. ഇനി ആ ഒരു അങ്ങനെ ആരെയും കൊണ്ട് പറയിപ്പിക്കരുത് എന്നൊരു തോന്നൽ മനസ്സിൽ വരും. അപ്പം നമ്മൾ അതിലോട്ട് കൂടുതൽ ശ്രദ്ധിക്കും, മനസ്സിലായി. അപ്പം ക്രിറ്റിസിസം ഒരു വിധത്തിൽ നല്ലതാണ്. പക്ഷേ നമ്മളിങ്ങനെ അടച്ചാക്ഷേപിച്ച് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ കോൺഫിഡൻസ് അങ്ങ് പോകും. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു തോന്നൽ അത് വരുത്തരുത്. പക്ഷെ കുറച്ചൊക്കെ ക്രിറ്റിസിസം ആവാം. എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചിത്രമ്മ എന്ന് പറഞ്ഞാൽ വി കൻ സീ ഹെർ ഓൺലി ഒരു വിഷൻ വരും, ഒരു ചിരിച്ച ഒരു മുഖം. എങ്ങനെയാണ് ഇങ്ങനെ? അയ്യോ, എനിക്ക് പണ്ട് എൻ്റെ അമ്മയുടെ എനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനറിയാം, പെമ്പിള്ളേർ ഇങ്ങനെ ചിരിക്കാൻ പാടില്ല എന്ന് പറയും. കൊച്ചിലെ കുട്ടിയെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കരുത്, മോശമാണെന്ന് എൻ്റെ അമ്മ പണ്ട് പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെ ആയിപ്പോയി, ജനിച്ചപ്പം മുതലേ ഇങ്ങനെയാണ്. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ചിരിക്കും. എന്നും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ അതുകൊണ്ടാണ് വണ്ണം വയ്ക്കുന്നതെന്ന് ചിലര് പറയുന്നുണ്ട്. അത് ശരി, അങ്ങനെ ചിരിച്ചാ വണ്ണം വയ്ക്കുന്ന സയന്റിഫിക് റീസൺ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് പുതിയതായിട്ട് നല്ല 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 ഉയർച്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. യു ടേക്ക് എവറിത്തിങ് ഇൻ എ വെരി നൈസ് ഹാപ്പി മാനർ. എപ്പോഴും ഈ മനസ്സിൽ മൂളുന്ന ഒരു പാട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പാടും. ഐ നോ യുവർ throat is bad but still ഒരു നിധി കിട്ടിയിരിക്കല്ലേ, അതെങ്ങനെ വിടാൻ പറ്റുമോ? ഇപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ അടുത്ത് പാടാൻ പറയുന്ന ഒരു പാട്ടുണ്ട്. നന്ദനം എന്ന് പറഞ്ഞ ഫിലിമിലത്തെ കാർമുകിൽ രവീന്ദ്രൻ മാസ്റ്ററിന്റെ പാട്ടാണത്. ഇപ്പൊ ഞാൻ ഏത് പ്രോഗ്രാമിന് പോയാലും ആ പാട്ട് പാടാണ്ട് തന്നെ വിടില്ല. അവര് പാടാറ് സിന്ധു ഭൈരവി പറഞ്ഞ മാതിരി ഈ പാട്ട് എഴുതിക്കൊണ്ട് തരും പാടാൻ പറഞ്ഞിട്ട്. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ ചേരുമൂടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. ഇത് നല്ലൊരു പാട്ടാണ് കേട്ടോ, ശരിക്കും ഫുൾ സോങ് ഒരുപാട് സെന്റിമെന്റൽ ഇതുള്ള പാട്ടാണ്. പക്ഷെ എവിടെ പോയാലും എനിക്ക് ഒട്ടും പാടാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഞങ്ങളുടെയാണ് ലോസ്. താങ്ക് യു വെരി മച്ച്.